ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ചക്ക കൊണ്ടൊരു മുറുക്ക്. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ചക്ക ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പിട്ടാണ് വേവിച്ചിട്ട് അത് അരച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കി എടുക്കണം. നമുക്ക് ഇത് അരച്ചിട്ട് വരാം. ഇപ്പോൾ അത് അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അതിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നും കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്നും തന്നെ പറയുന്നതാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൂട്ടിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ നമ്മളിനി അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി മിക്സ് ആവുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് കുഴച്ച് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കുക നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമ്പോൾ വെള്ളം ചേർത്താണ് കുഴയ്ക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ചക്കയുടെ ആ ഒരു മയത്തിലാണ് ഇത് കറക്റ്റ് പരുവത്തിലായി കിട്ടുന്നത്. ഇതിലേക്ക് സ്വല്പം എള്ളും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്ന് കരുതി ടേസ്റ്റിലൊന്നും വ്യത്യാസം വരികയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഇനി ആദ്യം കുഴച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് പാം ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സേവനാഴി എടുക്കാം. അതിൽ ഞാൻ സ്റ്റാർ ചില്ലാണ് എടുത്തിട്ടുള്ളത്. മുറുക്കിന് അതാണ് ആവശ്യം. സ്റ്റാർ ചില്ല് എടുത്തു. അത് സേവനാഴിയിൽ വെച്ചതിന് ശേഷം അകത്ത് നല്ലതുപോലെ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഈ മാവിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വാഴയില എടുത്ത് അതിലേക്ക് സാധാരണ സേവനാഴി മുറുക്ക് രൂപത്തിൽ പിഴിഞ്ഞെടുക്കുക. ഒരു 3-4 പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. ഒരു 6 എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോ അനുസരിച്ച് 1-2 ഇട്ട് വറുത്ത് കോരാം. വിചാരിച്ചതുപോലെയല്ല, ഇത് നല്ലൊരു സാധനമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം.